വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി അടുത്തത് MySQL ഡാറ്റാബേസിൽ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ അഡ്വാൻസ് ഡാറ്റാബേസിലേക്ക് തന്നെ പോവാണ്. ഈ കണക്ഷൻ ക്ലോസ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്ന അഡ്വാൻസ് ക്വറി, അതായത് എംപ്ലോയിയും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ID ഒക്കെ ഉള്ള ആ ഡാറ്റാബേസിലേക്ക് വന്നു. ഇവിടെ ഞാൻ ഒരു ഗ്രൂപ്പ് ബൈ ക്വറി ചെയ്യാം. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയിന്റെ കൗണ്ട് എനിക്ക് കിട്ടണം. അപ്പൊ എന്താണുള്ളത്, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ആ എല്ലാ എംപ്ലോയീസിന്റെ കൗണ്ടേ കിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം നമുക്ക് ഗ്രൂപ്പ് ബൈ കൂടെ കൊടുക്കണം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ID, അത് ഓരോ ഡിപ്പാർട്ട്മെന്റും പിന്നെ അതിനുള്ള എംപ്ലോയീസിന്റെ കൗണ്ടുമാണ് വേണ്ടത്. അപ്പൊ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ID, കൗണ്ട് ഓഫ് സ്റ്റാർ ആസ് എംപ്ലോയി കൗണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള കൗണ്ട് ഫ്രം എംപ്ലോയീസ്, എന്നിട്ട് ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് ID. അപ്പൊ എന്ത് ചെയ്യും, ഈ ഓരോ സെയിം ഡിപ്പാർട്ട്മെന്റ് ഐഡിയിലുള്ള കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ സമ്മപ്പ് ചെയ്തിട്ട് അതിന്റെ കൗണ്ട് ആയിരിക്കും കാണിക്കുക. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിപ്പാർട്ട്മെന്റ് ID എന്താണ്, നള്ളായിട്ടുള്ളത് ഒരു കൗണ്ട് ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ID 1 ആയിട്ടുള്ളത് ഒരു എംപ്ലോയി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ID 2 ആയിട്ടുള്ള ഒരു എംപ്ലോയി ഉണ്ട്. അതിന്റെ ഒരു കറക്റ്റ് ഒരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി ഞാൻ ടേബിളിലേക്ക് പോയിട്ട് വീണ്ടും ഡാറ്റ ഒന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. ഈ ഒരു എംപ്ലോയി ജെയിനും ഞാൻ ഡിപ്പാർട്ട്മെന്റ് 1 ആക്കി സേവ് ചെയ്തു. എന്നിട്ട് ഈ ക്വറി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഡിപ്പാർട്ട്മെന്റ് ID 1 ആയിട്ടുള്ള 2 എംപ്ലോയീസ് ഉണ്ട്. പിന്നെ 2 ഡിപ്പാർട്ട്മെന്റ് ID ഉള്ള 2 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു എംപ്ലോയി ആണ്. ഇങ്ങനെയാണ് കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ബൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ബൈ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൗണ്ട് സ്റ്റാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഗ്രൂപ്പ് ബൈ നിർബന്ധമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ ആയി. രണ്ടും കൊടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് എറർ ആയിരിക്കും കിട്ടുന്നത്. ഇൻ അഗ്രിഗേഷൻ ക്വറി വിത്തൗട്ട് ഗ്രൂപ്പ് ബൈ. അപ്പൊ ഗ്രൂപ്പ് ബൈ ഇല്ലാതെ ഈ ഒരു അഗ്രിഗേഷൻ ക്വറി നിങ്ങൾക്ക് കൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കൗണ്ട് കൊടുക്കാം, കൗണ്ട് സ്റ്റാർ എംപ്ലോയി കൗണ്ട്. പക്ഷെ നിങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെന്റ് ID കൂടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വരും. അപ്പൊ അവിടെ കൗണ്ടും ഡ്യൂപ്ലിക്കേറ്റും കൂടെ വരുമ്പോൾ വർക്ക് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കുന്നത്.